പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്ക് സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം. ഈ ചാപ്റ്റർ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇത് തുടങ്ങി വെച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്നുള്ള ചാപ്റ്റർ കേട്ടിട്ടുണ്ട്. അവിടെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് നമുക്ക് റീകളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഇയറിലെ പോർഷൻസിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം പഠിച്ചത് ഡെഫിനിഷൻ ഇതായിരുന്നു: കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ്. രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്? ഡെഫിനിഷൻ ഇതാണ്: കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ദ സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി and is defined as A cross B is equal to set of all ordered pair AB such that A element of capital A, B element of capital B. എയും ബിയും രണ്ട് സെറ്റുകളാണെങ്കിൽ അവരുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ എ ക്രോസ് ബി എന്നാണ്. നമ്മൾ എഴുതിയിരിക്കുന്നത് എ ഇൻറ്റു ബി എന്നാണ്, വായിക്കേണ്ടത് എ ക്രോസ് ബി എന്നാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ, ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ബി. ഫസ്റ്റ് കമ്പോണൻറ്റ് എയിലെ ആയിരിക്കണം, സെക്കൻഡ് കമ്പോണൻറ്റ് ബിയിലെ ആയിരിക്കണം. അങ്ങനെയുള്ള മുഴുവൻ ഓർഡേർഡ് പെയറുകളുടെയും കൂടെ സെറ്റിനെയാണ് നമ്മൾ എ ക്രോസ് ബി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം, എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, 3 4. എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 3 1 4 2 3 2 4 3 3 3 4. ഇതായിരിക്കും എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അടുത്ത ഡെഫിനിഷൻ റിലേഷൻ്റെ ഡെഫിനിഷനാണ്. റിലേഷൻ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകാം. ലെറ്റ് എ ആൻഡ് ബി ബി ടു നോൺ എംപ്റ്റി സെറ്റ്സ്. എനി സബ്സെറ്റ് ആർ ഓഫ് എ ക്രോസ് ബി ഈസ് കോൾഡ് എ റിലേഷൻ ഫ്രം എ ടു ബി. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റുകളാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റ് ആർ എടുത്താലും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഫ്രം എ ടു ബി. നമ്മൾ ഫസ്റ്റ് ഇയറിൽ കേട്ട ഡെഫിനിഷനാണ്. എയും ബിയും രണ്ട് നോൺ എംപ്റ്റി സെറ്റുകളാണെങ്കിൽ എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഫ്രം എ ടു ബി. ഉദാഹരണം, എ എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ബി എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 4 5. എയുടെയും ബിയുടെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 4 1 5, ഓർഡേർഡ് പെയർ 2 4, ഓർഡേർഡ് പെയർ 2 5, ഓർഡേർഡ് പെയർ 3 4, ഓർഡേർഡ് പെയർ 3 5. ഇതാണ് എ ക്രോസ് ബി. ഞാൻ ആർ എന്ന സെറ്റിങ്ങിനെ ചൂസ് ചെയ്യുന്നു. സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 4 1 5 3 5. ഞാനിങ്ങനെ ചൂസ് ചെയ്യുന്നു. ഇവിടെ ആറിലെ എല്ലാ ഓർഡേർഡ് പേറുകളും എ ക്രോസ് ബിയിലുണ്ട്. 1 4 എ ക്രോസ് ബിയിലുണ്ട്, 1 5 എ ക്രോസ് ബിയിലുണ്ട്, 3 5 എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് ആർ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ ഒരു സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ആർ ഒരു എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ ആകുന്നു. അനദർ എക്സാമ്പിൾ, R1 ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 1 5 2 5 ആൻഡ് 3 4. ആറിലെ എല്ലാ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് R1ലെ എല്ലാ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് R1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ദെയർഫോർ R1 ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഞാൻ R2 ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 2 4 3 5. R2ലെ എല്ലാ ഓർഡേർഡ് പേഴ്സും എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് R2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് R2 ഈസ് എ റിലേഷൻ ഫ്രം എ ടു ബി. ഞാൻ R3 എന്ന സെറ്റ് ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പേഴ്സ് 1 4 1 5 5 3. ഇവിടെ R3 1 4 എ ക്രോസ് ബിയിലുണ്ട്, 1 5 എ ക്രോസ് ബിയിലുണ്ട്. പക്ഷേ 5 3 എന്ന് പറയുന്ന എ ക്രോസ് ബിയിലില്ല. അതുകൊണ്ട് R3 ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. ദെയർഫോർ R3 ഈസ് നോട്ട് എ റിലേഷൻ ഫ്രം എ ടു ബി. അപ്പോൾ റിലേഷൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്തു. ഇനി അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഒരു റിലേഷൻ്റെ ഡൊമെയിനും റേഞ്ചും നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ലെറ്റ് ആർ ബി എ റിലേഷൻ ഫ്രം എ ടു ബി. വി ഡിഫൈൻ ഡൊമെയിൻ ഓഫ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് ആർ.
എയും ബിയും രണ്ട് സെറ്റുകളാണ്. ആർ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷനാണ്. ആ റിലേഷൻ്റെ ഡൊമൈൻ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് ആർ. ആർ എന്ന റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ്റെ ഡൊമൈൻ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ റേഞ്ച് ഓഫ് ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ ബി സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് ആർ. ആർ എന്ന റിലേഷനിൽ വരുന്ന ഓർഡേർഡ് പെയറുകളുടെ സെക്കൻഡ് കമ്പോണൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ്റെ റേഞ്ച് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3 4. ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, 4 5 6. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ എടുക്കുന്നു. ആർ ഈക്വൽസ് സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 4 1 5 2 4. തീർച്ചയായിട്ടും ആർ എ ക്രോസ് ബിയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷനാണ്. ഈ റിലേഷൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ ഈ റിലേഷനിൽ വന്നിരിക്കുന്ന ഓർഡേർഡ് പെയറുകളുടെ ഫസ്റ്റ് കമ്പോണൻറ്റുകളുടെ സെറ്റാണ്. അതിവിടെ സെറ്റ് 1 2 ആണ്. റിലേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ റിലേഷനകത്ത് വന്നിരിക്കുന്ന ഓർഡേർഡ് പെയർസിൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റുകളുടെ സെറ്റാണ്. അപ്പോൾ സെറ്റ് 4 5 ആണ്. അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. കോഡ് ഡൊമൈൻ ഓഫ് എ റിലേഷൻ. കോഡ് ഡൊമൈൻ ഓഫ് എ റിലേഷൻ. If R is a relation from A to B, then B is called codomain of R. R എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ ആണെങ്കിൽ, ബി എന്ന സെറ്റിനെയാണ് നമ്മൾ ആ റിലേഷൻ ആറിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈൻ. ഇനി ഇവിടെ നിങ്ങൾ ഈ റിസൾട്ട് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇഫ് n of A is equal to M and n of B is equal to N, then number of relations from A to B is equal to 2 raised to mn. എയ്ക്കകത്ത് എം എലിമെൻസും ബിക്കകത്ത് എൻ എലിമെൻറ്റുകളും ഉണ്ടെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻസിൻ്റെ എണ്ണം ഓർത്തിരിക്കുക 2 raised to mn ആയിരിക്കും. 2 raised to mn. അടുത്ത ഡെഫിനിഷൻ, ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ. Let R be a relation from A to B. Inverse of the relation R is denoted by R raised to -1. ഇത് നിങ്ങൾ R inverse എന്ന് വായിക്കണം. R എന്ന റിലേഷൻ്റെ ഇൻവേഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പിളാണിത്. R inverse എന്ന് വായിക്കണം. And is defined as R inverse is equal to set of all ordered pair BA such that ordered pair AB element of R. ആർ ഇൻവേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ബി എ സച്ച് ദാറ്റ് ഓർഡേർഡ് പെയർ എ ബി എലമെൻറ്റ് ഓഫ് ആർ. ആർ എന്ന റിലേഷനിൽ വരുന്ന ഓരോ ഓർഡേർഡ് പെയറും എടുക്കുക, എന്നിട്ട് അവരുടെ കമ്പോണൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പുതിയ ഓർഡേർഡ് പെയറുകളുടെ സെറ്റിനെയാണ് നമ്മൾ ആർ ഇൻവേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഉദാഹരണം, എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 4 5 6. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ ഞാൻ എടുക്കുന്നു. R is equal to set consisting of ordered pairs 1 4 1 5 2 6. ഇവിടെ R എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് ആർ എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷനാണ്. ഈ റിലേഷൻ്റെ ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 4 1. ഇവിടെ കമ്പോണൻസ് തിരിച്ചെഴുതുമ്പോൾ 5 1. ഇവിടെ കമ്പോണൻസ് തിരിച്ചെഴുതുമ്പോൾ 6 2. ഇതാണ് ആർ എന്ന റിലേഷൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക. If R is a relation from A to B, then R inverse is a relation from B to A. R എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു റിലേഷൻ ആണെങ്കിൽ ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷനാണ്. അതിൻ്റെ കാരണം ഇതാണ്, ആർ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷൻ ആണെങ്കിൽ ആർ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ക്രോസ് എയുടെ സബ്സെറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ആർ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷൻ ആയിരിക്കും. നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. അടുത്ത ഡെഫിനിഷൻ ഇതാണ്, റിലേഷൻ ഓൺ എ സെറ്റ്. റിലേഷൻ ഓൺ എ സെറ്റ്. അടുത്ത ഡെഫിനിഷൻ ഇതാണ്, റിലേഷൻ ഓൺ എ സെറ്റ്. ലെറ്റ് എ ബി എ നോൺ എംപ്റ്റി സെറ്റ്. എനി സബ്സെറ്റ് ആർ ഓഫ് എ ക്രോസ് എ ഈസ് കോൾഡ് എ റിലേഷൻ ഓൺ എ. ഈ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ എ ക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റ് ആർ എടുത്താലും നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഓൺ എ. എനി സബ്സെറ്റ് ആർ ഓഫ് എ ക്രോസ് എ ഈസ് കോൾഡ് എ റിലേഷൻ ഓൺ എ. ഉദാഹരണം, എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എന്ന് പറയുമ്പോൾ സെറ്റ് 1 2 3 ക്രോസ് സെറ്റ് 1 2 3. ദാറ്റ് ഈസ് എ ക്രോസ് എന്ന് പറയുമ്പോൾ സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 1 2 1 3 2 1 2 2 2 3 3 1 3 2 3 3. ഞാൻ ആർ എന്ന സെറ്റ് ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 1 2 ആൻഡ് 2 1. ഇവിടെ ആറിലെ എല്ലാ ഓർഡേർഡ് പെയർസും എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് ആർ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണ്. ദെയർഫോർ ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഞാൻ R1 എന്ന സെറ്റ് ഇങ്ങനെ ചൂസ് ചെയ്യുന്നു. സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 1 2 2 2 ആൻഡ് 3 1.
ഇവിടെ R1-ലുള്ള എല്ലാ ഓഡേഡ് പേഴ്സും എ ക്രോസ് ബിയിലുണ്ട്. അതുകൊണ്ട് R1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എയിലുണ്ട്. അതുകൊണ്ട് R1 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. അതുകൊണ്ട് R1 ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഓക്കെ, അനദർ എക്സാമ്പിൾ, ഞാൻ R2 എന്ന് പറയുന്ന എ ക്രോസ് എന്ന് തന്നെ ചൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ R2 എന്ന് പറയുന്നത് എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റാണ്. അതുകൊണ്ട് R2 ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഞാൻ R2 എ ക്രോസ് എന്ന് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ R2 ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. അതുകൊണ്ട് R2 ഈസ് എ റിലേഷൻ ഓൺ എ ആയിരിക്കും. R2-നെ നമ്മൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ റിലേഷൻ ഓൺ എ എന്നാണ് പറയുന്നത്. R2 എന്ന ഈ റിലേഷനെ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ഓൺ എ എന്നാണ്. അനദർ എക്സാമ്പിൾ, ഞാൻ R3 empty സെറ്റ് എന്ന് എടുക്കുകയാണെങ്കിൽ R3 സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. അതുകൊണ്ട് R3 ഈസ് എ റിലേഷൻ ഓൺ എ ആയിരിക്കും. R3 empty സെറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ R3 സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. അതുകൊണ്ട് R3 ഈസ് എ റിലേഷൻ ഓൺ എ ആയിരിക്കും. ഈ R3 എന്ന റിലേഷനെ നമ്മൾ empty റിലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനേഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റിലേഷൻ ഓൺ എ സെറ്റ്, എ ഒരു സെറ്റ് ആണെങ്കിൽ എ ക്രോസ് എയുടെ ഏതൊരു സബ്സെറ്റ് ആറിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ ഓൺ എ. അടുത്തായിട്ട് ഈ നോട്ടും കൂടെ ഓർത്തിരിക്കുക. ഇഫ് R ഈസ് എ റിലേഷൻ ഓൺ എ ദെൻ R ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ. R ഈസ് എ റിലേഷൻ ഓൺ എ ആണെങ്കിൽ R എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ R എയിൽ നിന്ന് എയിലേക്കുള്ളൊരു റിലേഷൻ ആയിരിക്കും. ഈ റിസൾട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. ഇഫ് n ഓഫ് എ ഈസ് ഈക്വൽ ടു n ദെൻ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ ഈസ് 2n². എ എന്ന സെറ്റിൽ n എലിമെൻറ്റുകൾ ഉണ്ടെങ്കിൽ എയിൽ ഡിഫൈൻ ചെയ്യാവുന്ന റിലേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2n² ആയിരിക്കും. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ് അടുത്ത ഭാഗം. ടൈപ്സ് ഓഫ് റിലേഷൻസിൽ ആദ്യം വരുന്നത് റിഫ്ലെക്സീവ് റിലേഷനാണ്. റിഫ്ലെക്സീവ് റിലേഷൻ. A relation capital R on a set A is said to be reflexive if ordered pair AA element of R for every element of capital A. ഇതാണ് റിഫ്ലെക്സീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ. എ ഒരു സെറ്റാണ്, ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷനെ നമ്മളൊരു റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ഓർഡേർഡ് പെയർ എ എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം ഫോർ എവരി എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അത് ഫസ്റ്റ് കമ്പോണൻറ്റും ആ എലമെൻറ്റ് സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വരുന്ന ഓർഡേർഡ് പെയർ ആറിൽ ഉണ്ടാവണം. ക്യാപിറ്റൽ എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റ് ഫസ്റ്റ് കമ്പോണൻറ്റും ആ എലമെൻറ്റ് സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വരുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ടാവണം. ഉദാഹരണം പറയാം. എക്സാമ്പിൾ 1, എ എന്ന് പറയുന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ആർ എന്ന റിലേഷൻ ഇതാണെന്നിരിക്കട്ടെ, റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 2 2 3 3 1 2 1 3. ഈ റിലേഷൻ ഇവിടെ ആർ എന്ന് പറയുന്ന എ ക്രോസ് എയുടെ സബ്സെറ്റാണ്. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ് ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ എയിലെ 1 എടുക്കുകയാണെങ്കിൽ 1 1 ആറിലുണ്ട്. എയിലെ 2 എടുക്കുകയാണെങ്കിൽ 2 2 ആറിലുണ്ട്. എയിലെ 3 എടുക്കുകയാണെങ്കിൽ 3 3 ആറിലുണ്ട്. അപ്പോൾ നമുക്ക് പറയാം എയിലെ ഏത് എലമെൻ്റ് എടുത്താലും അത് ഫസ്റ്റ് കമ്പോണൻറ്റും അത് സെക്കൻഡ് കമ്പോണൻ്റായിട്ട് വരുന്ന ഓർഡേർഡ് പെയർ ആറിലുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. എയിലെ 1 എടുത്താൽ 1 1 ആറിലുണ്ട്, 2 എടുത്താൽ 2 2 ആറിലുണ്ട്, 3 എടുത്താൽ 3 3 ആറിലുണ്ട്. അപ്പോൾ എയിലെ ഏത് എലമെൻ്റ് എടുത്താലും എ എലമെൻറ്റ് ഓഫ് ആർ ആണ്, ഫോർ എവരി എലമെൻറ്റ് ഓഫ് എ ആണ്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു റിഫ്ലെക്സീവ് റിലേഷനാണ്. അടുത്ത ഉദാഹരണം, എക്സാമ്പിൾ നമ്പർ 2. എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3 4. ആർ എന്ന് പറയുന്ന ഈ റിലേഷൻ ആണെന്നിരിക്കട്ടെ, റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേർഡ് പെയർസ് 1 1 2 2 3 3 ആൻഡ് 2 4. ഇവിടെ ആർ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആകുന്നു. അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ്റെ കേസിൽ എയിൽ 1 എടുത്താൽ 1 1 ആറിലുണ്ട്, എയിലെ 2 എടുത്താൽ 2 2 ആറിലുണ്ട്, എയിലെ 3 എടുത്താൽ 3 3 ആറിലുണ്ട്. പക്ഷേ എയിലെ 4 എടുത്താൽ 4 4 ആറിലില്ല. അതുകൊണ്ട് ആർ എന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആവില്ല. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: എ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം ഫോർ എവരി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. ഇവിടെ 4 എടുത്താൽ 4 4 ആറിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷൻ റിഫ്ലെക്സീവ് അല്ല. അടുത്ത ഡെഫിനിഷൻ സിമെട്രിക് റിലേഷനാണ്. എ റിലേഷൻ ക്യാപിറ്റൽ ആർ ഓൺ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ഓഫ് ആർ.
എ ഒരു സെറ്റാണ്, ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷനെ ഒരു സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: എ ബി ആറിലുള്ളപ്പോൾ ബി എയും ആറിൽ ഉണ്ടാവണം. എ ബി ആറിലുണ്ടെങ്കിൽ കമ്പോണൻസ് തിരിച്ചിട്ടാൽ കിട്ടുന്ന ഓർഡേഡ് പേർ ബി എയും ആറിൽ ഉണ്ടാവണം. അപ്പോഴാണ് ആ റിലേഷനെ നമ്മളൊരു സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ 1, ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു സെറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 2 2 1 1 3 3 1 ആൻഡ് 3 3. ഇവിടെ ആർ എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്, അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എ ആറിൽ നമ്മൾ 1 2 എടുക്കുന്നു, തിരിച്ചിട്ടാൽ 2 1 ആണ് കിട്ടുന്നത്. 2 1 ആറിലുണ്ട്. ആറിൽ നമ്മൾ 2 1 എടുക്കുന്നു, തിരിച്ചിട്ടാൽ കിട്ടുന്ന 1 2 ആണ്. 1 2 ആറിലുണ്ട്. ആറിൽ 1 3 എടുക്കുന്നു, തിരിച്ചിട്ടാൽ കിട്ടുന്ന 3 1 ആണ്. 3 1 ആറിലുണ്ട്. ആറിൽ 3 1 എടുക്കുന്നു, തിരിച്ചിട്ടാൽ കിട്ടുന്ന 1 3 ആണ്. 1 3 ആറിലുണ്ട്. ആറിൽ നമ്മൾ 3 3 എടുക്കുന്നു, തിരിച്ചിട്ടാൽ കിട്ടുന്നത് 3 3 തന്നെയാണ്, അതും ആറിലുണ്ട്. അപ്പോൾ ആറിൽ ഏതൊരു ഓർഡേഡ് പേർ എ ബി എടുത്താലും ബി എയും ആറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷനാണ്. ഹിയർ ആർ ഈസ് എ സിമെട്രിക് റിലേഷൻ. എക്സാമ്പിൾ നമ്പർ 2, എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3 4. ആർ എന്ന് പറയുന്ന റിലേഷൻ ഇതാണെന്നിരിക്കട്ടെ, റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓർഡേഡ് പേഴ്സ് 1 3 3 1 2 4 4 2 2 3. ഇവിടെ ആർ എന്ന് പറയുന്ന എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്, അതുകൊണ്ട് ആർ ഈസ് എ റിലേഷൻ ഓൺ എ ആണ്. ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ 1 3 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 3 1 ആണ്. 3 1 ആറിലുണ്ട്. 3 1 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 1 3 ആണ്, അതും ആറിലുണ്ട്. 2 4 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 4 2 ആണ്, അത് ആറിലുണ്ട്. 4 2 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന ഓർഡേഡ് പേർ 2 4 ആണ്, അതും ആറിലുണ്ട്. 2 3 ആറിലുണ്ട്, തിരിച്ചിട്ടാൽ കിട്ടുന്ന 3 2 ആണ്. 3 2 പക്ഷേ ആറിൽ വരുന്നില്ല. കണ്ടോ, ഈ റിലേഷൻ ഒരു സിമെട്രിക് റിലേഷൻ അല്ല. ഇവിടെ 2 3 ആറിലുണ്ട്, പക്ഷേ 3 2 ആറിൽ വരുന്നില്ല. അതുകൊണ്ട് ഈ റിലേഷനെ നമുക്കൊരു സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമെട്രിക്. അപ്പോൾ ഞാൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കേട്ട കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്തു. സെക്കൻഡ് ഇയറിലെ ടൈപ്സ് ഓഫ് റിലേഷൻസിനകത്ത് റിഫ്ലെക്സീവ് റിലേഷൻ ഡിഫൈൻ ചെയ്തു, സിമെട്രിക് റിലേഷൻ ഡിഫൈൻ ചെയ്തു. നിങ്ങൾ ഈ വീഡിയോ കാണുക, അതിനുശേഷം വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. ഓക്കെ, ഇതിനടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം.